ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമേ മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ആനോ ഭദ്രാഃ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദിപരാശക്തിയുടെയും ഭഗവത്പാദർ ശ്രീ ശങ്കരാചാര്യസ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥ വ്യാഖ്യാനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 33-ാമത്തെ ശ്ലോകമാകുന്നു. ഈ ശ്ലോകത്തിന് ഓം ശ്രീ നിത്യായൈ നമഃ എന്ന മന്ത്രമാണ് നൽകിയിരിക്കുന്നത്. ഓം ശ്രീ നിത്യായൈ നമഃ. ഈ സ്തോത്രം ജപിച്ച് സിദ്ധി ലഭിക്കുന്ന വ്യക്തിക്ക് ഒട്ടനവധി ധനധാന്യം, പ്രത്യേകിച്ച് ധനം വന്നു ചേരുന്നു. ധാർമ്മിക രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ധാർമ്മികമായ മാർഗത്തിലൂടെ തന്നെ ഒട്ടനവധി ധനലാഭം ഉണ്ടാവാൻ കാരണമായി തീരും. കാരണം അതിന് പ്രയോജനപ്പെടുന്ന ചില ബീജാക്ഷര മന്ത്രങ്ങളെ ചേർത്താണ് ഈ മന്ത്രത്തിൽ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ തൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പരാശക്തിയുടെ തിരുമുഖത്ത് നോക്കി, അമ്മേ, ലോകത്തിൽ ദരിദ്രം വലിയ ഒരു കഷ്ടമാണ്. ദരിദ്രം എന്ന് പറയുന്നത് വലിയ വേദന നൽകുന്ന ഒരു കാര്യമാകുന്നു. മനുഷ്യ ജീവിതം സുഖമായും സന്തോഷമായും ജീവിക്കാനുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ദരിദ്രം കൊണ്ട് ആർക്കും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യമായി തീരുന്നു. അത് കാരണം ഭക്തജനങ്ങളുടെ ഈ ദരിദ്രം നീക്കി അവർക്ക് ധനലാഭം ഉണ്ടാകുവാനുള്ള മാർഗം ഈ സ്തോത്രത്തിലൂടെ പരാശക്തി അനുഗ്രഹം ചെയ്ത് നൽകിത്തരേണ്ടതാണ്. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ഒരു തത്വത്തെയാണ് ഈ ശ്ലോകത്തിലൂടെ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അടിയൻ്റെ ഈ ശ്ലോകത്തെ സ്വീകരിച്ച് ജപിക്കുന്ന വ്യക്തിയിൽ സിദ്ധി ലഭിക്കുന്ന പക്ഷം ഉദ്ദേശിച്ചതിലും അധികം 10 മടങ്ങായി തീരുന്ന ധനധാന്യം വർധന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണമെന്ന് ഭഗവത്പാദർ ആഗ്രഹിക്കുന്നു. സാധാരണ ധനം എന്ന് പറയുന്നത് വന്നു ചേരേണ്ട ഒരു തത്വമാകുന്നു. പൊതുവെ ജ്യോതിശാസ്ത്രം പറയുന്നത് 2-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം, ഈ 3 ഭാവങ്ങളാണ് അല്ലെങ്കിൽ 3 രാശികളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധനഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ധനഭാഗ്യമെല്ലാം ഉണ്ടെങ്കിലും ലഗ്നാധിപന് ഈ ധനസ്ഥാനങ്ങളെല്ലാം ലഗ്നാധിപന്റെ ശത്രുവാണെങ്കിൽ അവന് ലഭിക്കുന്ന ആ ധനം മുഴുവൻ കയ്യിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവുകയും ദൂർത്തടിച്ച് ചെലവാക്കുകയും അല്ലെങ്കിൽ ആ ധനഭാഗ്യയോഗത്തെ അനുഭവിക്കാൻ പറ്റാത്ത ഒരു ജീവിത രീതി അദ്ദേഹത്തിൽ വന്ന് ചേരുകയും എല്ലാം ചെയ്യും. ലഗ്നാധിപൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ മൊത്തം ലഗ്നമാകുന്നു. അപ്പോൾ ഈ ലഗ്നം വെച്ചുകൊണ്ടാണ് മറ്റുള്ള ഭാവങ്ങളെല്ലാം നാം ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ. അപ്പോൾ നമ്മുടെ ശരീരമാണ് സുഖഭോഗങ്ങളെയെല്ലാം അനുഭവിക്കുന്നത്, ദുഃഖങ്ങളെയും ഈ ശരീരം തന്നെ അനുഭവിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ സുഖഭോഗങ്ങളോടുകൂടി ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പൂർവ്വജന്മങ്ങളിലെ ചെയ്ത പുണ്യത്തിൻ്റെ ബലമനുസരിച്ചാണ് ഈ ജന്മങ്ങളിൽ നാം സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നത്, ദുഃഖം അനുഭവിക്കുന്നതും അതുമാതിരി തന്നെ. പക്ഷേ പരാശക്തിയുടെ അനുഗ്രഹം ലഭിക്കുന്ന പക്ഷം ശക്തിയുടെ ഒരു പ്രതീകമാണ് നമ്മളുടെ ശരീരം. ശരീരം ആ ശക്തിയാണെങ്കിൽ ശരീരത്തിൽ ചലനം സൃഷ്ടിക്കുന്ന മഹത്തത്വം എന്ന് പറയപ്പെടുന്ന ആത്മതത്വം ശിവൻ്റേതാകുന്നു. ജീവൻ, ജീവാത്മ, ആത്മ, പരമാത്മ എന്നെല്ലാം വിളിക്കുന്നു. ആ തത്വം ശിവനാകുന്നു. അപ്പോൾ ശിവന്റെയും ശക്തിയുടെയും ഒരു സംയോഗമാകുന്നു ജീവനുള്ള ശരീരം. അപ്പോൾ ഈ ശരീരത്തെ തന്നെ പരാശക്തിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, അതായത് എ കൈൻഡ് ഓഫ് സാക്രിഫൈസ്, ബലി. എങ്ങനെയുള്ള ബലികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം
വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പരാശക്തിയുടെ തൃപ്തിക്ക് വേണ്ടി മന്ത്രജപങ്ങളെ ചെയ്തുകൊണ്ട് ആചാരാനുഷ്ഠാനത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ശരീരം എപ്പോഴും അത് അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവാകുന്നു. ആ ശരീരത്തെ പരാശക്തിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച് പരാശക്തിയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം, അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ഈ ശ്ലോകങ്ങളെല്ലാം ജപം ചെയ്ത് കഴിയുമ്പോൾ ശക്തിയുടെ പ്രസാദത്താൽ, അനുഗ്രഹം കൊണ്ട് ഈ ശരീരത്തിന് എല്ലാവിധമായ സുഖഭോഗങ്ങളെയും ധനത്തെയും അനുഭവിക്കാനുള്ള യോഗമുണ്ടാക്കിത്തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ ജന്മത്തിൽ ഇത് സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ സുഖം അനുഭവിക്കേണ്ട ഒരു യോഗം വന്നു ചേരും. പരാശക്തിയുടെ മന്ത്രമാഹാത്മ്യത്തെയാണ് ഈ ശ്ലോകം കൊണ്ട് ആദിശങ്കര ഭഗവത്പാദർ പ്രശംസിക്കുന്നത്. പ്രത്യേകതരം മന്ത്രം, പഞ്ചദശാക്ഷരി എന്ന മന്ത്രം മന്ത്ര അവയവം എന്ന് പഠിച്ചു നമ്മൾ 32ാമത്തെ ശ്ലോകത്തിൽ. ഈ ശ്ലോകം കൗളമാർഗ ആചാരാനുഷ്ഠാനം പ്രകാരം ആ രഹസ്യമായി ചെയ്യപ്പെടുന്ന ഉപാസനാ മാർഗത്തിൻ്റെ ഒരു വിധിയെയാണ് ഈ ശ്ലോകം കൊണ്ട് ഭഗവത്പാദർ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ ആ നിഷ്ഠ അല്ലെങ്കിൽ ആ പ്രയത്നം ഏത് രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ആ മാർഗത്തെ, ആ ധ്യാനയോഗ മാർഗത്തെയാണ് ഒരു മന്ത്രവിധിയിലൂടെ ഭഗവത്പാദർ നമുക്ക് പറഞ്ഞു തന്നത്. ജപിക്കേണ്ട രീതി: രാവിലെ കിഴക്കുമുഖമായി ഇരുന്ന് 45 ദിവസം 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകമന്ത്രത്തെ ജപം ചെയ്ത് ഭക്തൻ പരാശക്തിയുടെ അനുഗ്രഹം എന്ന സിദ്ധിയെ നേടിയെടുക്കേണ്ടതാകുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം പലവിധമായ ധനഭാഗ്യയോഗങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. നിവേദ്യത്തിന് തേൻ, വെൺപൊങ്കൽ, ചിത്രാന്നം എന്ന് പറയപ്പെടുന്ന പലവിധമായ ആഹാരാദികളെ പരാശക്തിക്ക് വേണ്ടി നിവേദ്യം ചെയ്യേണ്ടതാണ്. ഇതിനുള്ള ചക്രം, യന്ത്രം എന്ന് പറയപ്പെടുന്നത് ചതുരാകൃതിയിലുള്ള ഒരു ചതുരത്തിൽ അകത്ത് നടുവിലായി ശ്രീം എന്നുള്ള ബീജാക്ഷര മന്ത്രത്തെ എഴുതി ഈ ചക്രോപാസനയിലൂടെ പരാശക്തിയുടെ ചൈതന്യത്തെ ആവാഹിച്ചിരുത്തി പഞ്ചോപചാര പൂജ ചെയ്ത ശേഷം ഈ സ്തോത്രത്തെ ജപം ചെയ്യേണ്ടതാണ്. സ്തോത്രം എന്ന് പറയുന്നു എന്ന് നോക്കാം. സ്മരം യോനിം ലക്ഷ്മീം ത്രിതയമിധം ആദൗ തവ മനോ നിധായ ഏകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണി ഗുണ നിബദ്ധാക്ഷവലയാഃ ശിവാഗ്നൗ ജുഹ്വന്തഃ സുരഭി ഘൃതധാരാ ആഹൂതിശതൈഃ. സ്മരം യോനിം ലക്ഷ്മീം ത്രിതയ മിധമാദൗ തവ മനോഃ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയാഃ ശിവാഗ്നൗ ജുഹ്വന്തഃ സുരഭീഘൃതധാരാഹൂതിശതൈഃ. നല്ല അർത്ഥഭംഗിയുള്ള ഒരു ശ്ലോകം. ഈ ശ്ലോകത്തിൽ ഭഗവത്പാദർ പറയുന്നു, പരാശക്തി പുണ്യവാന്മാരായിരിക്കുന്ന ഭക്തന്മാർ, പരാശക്തിയുടെ പുണ്യവാന്മാരായിരിക്കുന്ന ഭക്തന്മാർ അവർ ചെയ്യുന്ന ഉപാസനയിൽ അവരുടെ കയ്യിൽ മണിമാല എന്നുള്ള അക്ഷമാല, അതിൽ പരാശക്തിയുടെ ബീജാക്ഷര മന്ത്രത്തെ ഉരുവിടുന്നു. പഞ്ചദശാക്ഷരി എന്ന മന്ത്ര ഉപാസനയാകുന്നു പരാശക്തിയുടെ ഉപാസനയിൽ അതിപ്രാധാന്യം നൽകുന്നത്. ആ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ മുൻപിലായിക്കൊണ്ട് 3 പ്രധാനപ്പെട്ട ബീജാക്ഷരങ്ങളെ ചേർക്കുന്നു. അത് ചേർത്ത് പറയുമ്പോൾ അഷ്ടദശാക്ഷരി എന്നുള്ള മഹാമന്ത്രവിദ്യയായിത്തീരുന്നു. അങ്ങനെ ജപം ചെയ്യുമ്പോൾ അവർക്ക് പരിമിതിയിൽ കൂടുതൽ ധനയോഗം വന്നു ചേരുന്നു. ആ ധനത്തെ അവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാക്കി കൊടുക്കുന്നതും പരാശക്തിയായ നിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അതിന് കാരണം 3 പ്രധാനപ്പെട്ട ബീജാക്ഷര മന്ത്രത്തെ ഉൾക്കൊള്ളിച്ച് ജപിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അവർ അവരുടെ ധ്യാന ഉപാസനയെ പുരോഗമനത്തിലേക്ക് എത്തിച്ചേർക്കുന്നു. ആ ഉപാസനാ രീതിയിൽ പരമശിവൻ എന്ന് പറയപ്പെടുന്ന ശിവാഗ്നിയിൽ കാമധേനു പശുവിൽ നിന്നും ലഭിച്ച ക്ഷീരത്തെ, അതിൽ നിന്നും ഉത്പന്നമായ നെയ്യ്, ഘൃതം, അതിനെ ധാരധാരയായി ആ ഹോമത്തിൽ ഹോമിക്കുന്നു. അങ്ങനെ
ഹോമിക്കുന്നതിൻ്റെ ആവശ്യം പരാശക്തിയായ നിന്റെ തൃപ്തിയെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. പരാശക്തിയുടെ തൃപ്തിയാണ് ഇതിന് കാരണം. സ്മരം യോനിം ലക്ഷ്മിം, 3 ദേവിമാരെ പറ്റിയാണ് പറയുന്നത്. ഇവരുടെ ബീജാക്ഷര മന്ത്രങ്ങളെയാണ് പഞ്ചദശാക്ഷര മന്ത്രത്തിന് മുമ്പിൽ ചേർക്കേണ്ടത്. കാമരാജ ബീജം സ്മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭുവനേശ്വരി ബീജം യോനിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മിം എന്ന് പറയുന്നതിന് ലക്ഷ്മി ബീജത്തെയും ഈ 3 ബീജങ്ങളെയും ബീജമന്ത്രത്തെയും ചേർക്കുന്നു. കാമബീജം എല്ലാവിധമായ ആഗ്രഹപൂർത്തികളെയും നേടിത്തരുന്നു. ഭുവനേശ്വരി എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിപ്പിക്കുന്നു. ലക്ഷ്മി ബീജം എല്ലാ ധനധാന്യ അഷ്ടമാസിദ്ധികളെയും അഷ്ടൈശ്വര്യങ്ങളെയും നമ്മിൽ കൊണ്ടുതരുന്നു. ഇതിന് 3നും കാരണമായിരിക്കുന്നത് സരസ്വതി, ദുർഗ, ലക്ഷ്മി എന്ന് പറയുന്ന പരാശക്തിയുടെ അംശസ്വരൂപമായ 3 ദേവിമാരാകുന്നു. അവരുടെ മന്ത്രം എന്ന് പറയുന്നത് ത്രിതയമിധം, ക്ലീം, ഹ്രീം, ശ്രീം എന്ന ഈ 3 ബീജാക്ഷരങ്ങളെയാണ് കാമരാജ ബീജമായും പിന്നീട് ഭുവനേശ്വരി ബീജമായും അതിനുശേഷം ലക്ഷ്മി ബീജമായും പറയപ്പെടുന്നത്. സ്മരം എന്നുള്ള നാമത്തിന് ക്ലീം എന്ന ബീജാക്ഷരവും ഭുവനേശ്വരി എന്ന് പറയപ്പെടുന്ന ബീജത്തിന് ഹ്രീം എന്ന ബീജാക്ഷരത്തെയും ലക്ഷ്മി ബീജത്തിന് ശ്രീം എന്ന ബീജാക്ഷരത്തെയും ചേർക്കുന്നു. അതിനുശേഷം പഞ്ചദശാക്ഷര മന്ത്രം ചേർത്ത് ചെല്ലുമ്പോൾ അഷ്ടദശാക്ഷരി എന്നുള്ള മന്ത്രമായി തീരുന്നു. ആദൗ തവ മനോ നിധായ ഏകേ, പരാശക്തിയായ അംബികയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ പഞ്ചദശാക്ഷരി തന്നെയാണ് പരാശക്തി, പരാശക്തി തന്നെയാണ് പഞ്ചദശാക്ഷരി. അതുകൊണ്ട് ആണ് ഭഗവത്പാദർ ഇങ്ങനെ പറയുന്നത്, മന്ത്രത്തിൻ്റെ ആദിയിൽ ചേർക്കപ്പെടുന്ന നിത്യേ, ആദ്യന്തമില്ലാത്ത പരാശക്തിയായ ദേവി നിരവധി മഹാഭോഗരസികാഹ, അളവില്ലാത്ത നിത്യജ്ഞാനാനുഭവരസത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമമായ ഭക്തന്മാർ, സാധകന്മാർ പരാശക്തിയെ സേവിക്കുന്നു. ഭജന്തി ത്വാം, ആരെയാ സേവിക്കുന്നത്? പരാശക്തിയെ. ചിന്താമണി ഗുണനിബദ്ധക്ഷാവലയ, ചിന്താമണി രത്ന സമൂഹത്തിനാൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയെ ധരിച്ചുകൊണ്ട് ശിവാഗ്നൗ, ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ ജുഹ്വന്തഹ, ഹോമം ചെയ്യുന്നവരായിട്ട് സുരഭി ഘൃതധാര പൂതി ശതൈഹി, ആഹൂതി. എന്തുകൊണ്ടാണ് ആഹൂതി നൽകുന്നത് യാഗത്തിൽ? കാമധേനുവിൻ്റെ നെയ്കൊണ്ടുള്ള അനേകം ആഹൂതികളെയാണ് ഈ യാഗത്തിൽ സമർപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന തത്വം, രഹസ്യോപാസന ആയതുകൊണ്ട് അളവിൽ കൂടുതൽ ഒന്നും തന്നെ പറയാൻ ഈ ഓപ്പൺ മീഡിയയിൽ സാധ്യമല്ല. ഇതെല്ലാം ഗുരുമുഖത്തിലിരുന്നാണ് ഈ വിദ്യ അഭ്യസിക്കേണ്ട മാർഗം നേടിയെടുക്കേണ്ടത്. പരാശക്തിയുടെ പല മന്ത്രങ്ങളും സിദ്ധിമന്ത്രങ്ങളാകുന്നു. സിദ്ധിമന്ത്രത്തിന് എപ്പോഴും ഒരു പ്രത്യേക രീതിയുണ്ട്, എങ്ങനെയാ ജപിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്കിലും ആദ്യന്തമില്ലാത്ത പരാശക്തിയായ മഹാദേവി അളവില്ലാത്ത നിത്യജ്ഞാനാനന്ദ അനുഭവത്തെ അറിയുന്ന ചില മഹാന്മാർ, എല്ലാവർക്കും ഇത് അറിയുന്നതല്ല, ചില മഹാന്മാർ മാത്രം ഇത് അറിയുന്നു. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മഹാമന്ത്രത്തിന്റെ ആദിയിൽ കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ശ്രീ ബീജത്തെയും, അതായത് ക്ലീം, ഹ്രീം, ശ്രീം, ചില സ്ഥലങ്ങളിൽ ഐം, ഹ്രീം, ക്ലീം എന്ന് പറയാറുണ്ട്. അത് പാഠഭേദമനുസരിച്ചുള്ള വ്യത്യാസം എവിടെയെങ്കിലും കാണാൻ സാധിക്കും. എങ്കിൽ പോലും ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം സരസ്വതി, ദുർഗ, ലക്ഷ്മി, ആ 3 ദേവിമാരുടെ ബീജാക്ഷരമാകുന്നു ക്ലീം, ഹ്രീം, ശ്രീം. ആ ബീജാക്ഷര മന്ത്രത്തെ മുന്നിൽ ചേർത്ത ശേഷം ചിന്താമണി രത്ന സമൂഹത്തിലായി ഉണ്ടാക്കപ്പെട്ട ജപമാലയെ, അത് കാരണം എന്ന് വെച്ചാൽ അക്ഷമാല എന്നാണ് പേര്, മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയുള്ള 51 മാത്രകൾ നമ്മൾ ഇതിനു മുമ്പിലുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അകാരത്തിൽ തുടങ്ങി ക്ഷ, അക്ഷ, അകാരത്തിൽ തുടങ്ങി ക്ഷ എന്നുള്ള അക്ഷരത്തിൽ അവസാനിക്കുന്നു നമ്മുടെ 51 അക്ഷരങ്ങൾ. സംസ്കൃതത്തിൽ മാത്രമാണ് പൂർണ്ണ അക്ഷരങ്ങൾ ഉള്ളത്. മറ്റുള്ള എല്ലാ ഭാഷകളിലും അക്ഷരങ്ങൾ കമ്മിയായിരിക്കും, കൂടുതലാവുന്നില്ല എന്തായാലും. അപ്പോൾ അകാരത്തിൽ നിന്ന് തുടങ്ങി ഷകാരത്തിൽ അവസാനിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് അതിന് അക്ഷരം എന്ന് പറയപ്പെടുന്നു. ഇതിന് നാശമില്ലാത്ത ഒരു തത്വം എന്നാണ് അക്ഷരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷയമില്ലാത്ത ഒരു തത്വം, അത് ശബ്ദമായും അത് എഴുതാൻ പറ്റുന്ന രീതിയിലും ലിപിയായും എല്ലാം തീർന്നിരിക്കുന്നു. ആദ്യകാലത്തെ പഠിപ്പെല്ലാം തന്നെ പറഞ്ഞ് കാതുകൊണ്ട് കേട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെയായിരുന്നു. ഇതാണ് ഉപനിഷത്ത് കാലം എന്ന് പറയുന്നു. ഈ കാലത്തിന്
ഇപ്പോഴാണ് എല്ലാം ലിപി ഉണ്ടാക്കി അതിന് എഴുതി നമ്മൾ പകർത്തി വായിക്കുന്നത്. അതുകൊണ്ടാണ് രം എന്നുള്ള അവസാനമില്ലാത്ത അർദ്ധമകാരത്തെ കൊണ്ട് അവിടെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അക്ഷരം എന്ന് പറയും. അക്ഷരം എന്ന് വരാനുള്ള കാരണം ആ അക്ഷരങ്ങളെ 51 മാത്രകളായി അ ആ ഇ ഈ ഉ ഊ എ ഐ ഓ ഔ അം അ എന്ന് പറയുന്ന മാതൃകാക്ഷരം, വ്യഞ്ജനാക്ഷരം, കൂട്ടക്ഷരം എന്നുള്ള അക്ഷരങ്ങളെല്ലാം ചേർത്താണ് ഈ 51 പീഠങ്ങളെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. 51 പീഠങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ചക്രങ്ങളായി തീർന്നിരിക്കുന്നു. മൂലാധാര ചക്രത്തിൽ 4 അക്ഷരങ്ങളും, സ്വാധിഷ്ഠാന ചക്രത്തിൽ 6 അക്ഷരങ്ങളും, മണിപൂര ചക്രത്തിൽ 10 അക്ഷരങ്ങളും, അനാഹത ചക്രം എന്ന് പറയപ്പെടുന്ന ഹൃദയത്തിൽ 12 അക്ഷരങ്ങളും, അതുപോലെ തന്നെ ഖണ്ഡപത്മത്തിൽ ഉള്ള വിശുദ്ധി ചക്രത്തിൽ 16 അക്ഷരങ്ങളും, ഭ്രൂമധ്യത്തിൽ ഹ ക്ഷ എന്ന് പറയപ്പെടുന്ന 2 അക്ഷരങ്ങളും ചേർത്ത് 51 അക്ഷരങ്ങളാകുന്നു. ഈ 51 അക്ഷരങ്ങളെ മണിമാലയിൽ ചിന്താമണി എന്ന് പറയപ്പെടുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന പരാശക്തിയുടെ വീട്ടിന്റെ പേരാകുന്നു ചിന്താമണി. ചിന്താമണി ഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ പരാശക്തി കുടികൊള്ളുന്ന പരാശക്തിയുടെ വീട്, മേൽവിലാസം എന്നും അർത്ഥം അതിനുണ്ട്. ആ ഓരോ അക്ഷരങ്ങളും ഓരോ ദേവിമാരാകുന്നു. ദേവിമാരുടെ പേരെല്ലാം നമ്മൾ പഠിച്ചതാണ് അതിന് മുമ്പിൽ. ആ ഓരോ ദേവിമാരുടെയും ശക്തികളെ, മൂർത്തിതത്വങ്ങളെ ആവാഹിച്ച് ഓരോ മണിയിലായി ആവാഹിച്ചിരുത്തുന്നു. അപ്പോൾ ഈ 51 മണികളുള്ള ഈ അക്ഷമാലം, ഈ മാലയ്ക്ക് 51 ദേവിമാരെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള മാലയാകുന്നു. അതിനെ ജപം ചെയ്തുകൊണ്ട് ആ ജപിക്കുന്ന നേരത്തിൽ സാധകന്റെ മൂലാധാരത്തിൽ നിന്ന് മെനയിക്കുന്ന ജീവശക്തി, സൂര്യശക്തി, കുണ്ടലിനി, പരാശക്തി, പ്രാണശക്തി, ആത്മശക്തി എന്നെല്ലാം പറയപ്പെടുന്ന ഈ ജീവരസം, ഈ ജീവരസത്തെയാണ് ഇവിടെ കാമധേനു പശുവിൽ നിന്നും ലഭിച്ച ക്ഷീരത്തിലെ നെയ്യ് എന്ന് പറയാൻ കാരണം. അതിനെ ഊർധ്വമുഖമായി ഉയർത്തിപ്പിടിച്ച് ഉഷ്ണവായു എന്ന് പറയപ്പെടുന്ന ഉഷ്ണവായുവെ ഉണ്ടാക്കിത്തരുന്ന അഗ്നിമണ്ഡലം, 2 ചക്രങ്ങൾ ചേരുമ്പോൾ ഓരോ മണ്ഡലങ്ങളാകുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, അഗ്നിമണ്ഡലം, മണിപൂരം, അനാഹത, സൂര്യമണ്ഡലം, വിശുദ്ധി, ആജ്ഞ, ചന്ദ്രമണ്ഡലം. അങ്ങനെ ഈ അഗ്നിമണ്ഡലത്തിൽ നിന്നും ഊർധ്വമുഖമായി ഉയരുന്ന ഈ ഉഷ്ണവായുവിൻ്റെ സഹായത്തോടുകൂടി ഈ ബീജരസത്തെ മുകളിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നു. പിന്നീട് സൂര്യമണ്ഡലം കടന്ന് ചന്ദ്രമണ്ഡലം കടന്ന് ചിച്ചന്ദ്രമണ്ഡലത്തിൽ അധിവസിക്കുന്ന സദാശിവനുമായി ഈ ശക്തി ഐക്യം ചേരുന്നു. അതിനെയാണ് കൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിരന്തരമായി ചെയ്യപ്പെടുന്ന ആഹൂതി അല്ലെങ്കിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തപോയജ്ഞം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ സാധനയെ സൗഭാഗ്യ പഞ്ചദശാക്ഷരി എന്നാണ് ഇതിന് പേര്. കാമബീജം, ഭുവനേശ്വരി ബീജം, ലക്ഷ്മി ബീജം ചേർത്തിട്ടുള്ള ബീജാക്ഷര മന്ത്രങ്ങളെ പഞ്ചദശാക്ഷരിക്ക് മുമ്പിൽ ചേർത്ത് പഠിക്കുമ്പോഴാണ് അത് സൗഭാഗ്യ പഞ്ചദശാക്ഷരി എന്ന പേരിൽ അറിയപ്പെടുന്ന അഷ്ടദശാക്ഷരി മന്ത്രമായി തീരുന്നത്. ആ മന്ത്രത്തെയാണ് ഉത്തമമായ ഭക്തന്മാർ രഹസ്യമായിരുന്ന് ഉപാസനയിലൂടെ പരാശക്തിയുടെ തൃപ്തി നേടി സർവാനുഗ്രഹങ്ങളെയും അവരുടെ ജീവിതത്തിൽ ആക്കി തീർക്കുന്നത്. അങ്ങനെയുള്ള പരാശക്തിയായ നിനക്ക് എൻ്റെ നമസ്കാരം എന്ന് ആദിശങ്കർ ഭഗവത്പാദർ പറയുന്നു. നമ്മൾ എല്ലാവരും തന്നെ ഈ മന്ത്രത്തെ അതുകൊണ്ട് ജപം ചെയ്ത് പരാശക്തിയുടെ അനുഗ്രഹം നേടുവാൻ ഭാഗ്യമുള്ളവരായി തീരണം എന്നാണ് ആദിശങ്കർ ഭഗവത്പാദർ പറയുന്നത്. സ്മരം യോനിം ലക്ഷ്മീം ത്രിതയമിതമാദൗ തവ മനോഹോ നിധായൈഘേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയാഃ ശിവാഗ്നോ ജുഹ്വന്ത സുരഭി ഘൃതധാരാഹൂതിശതൈഃ. വീണ്ടും 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 ഈ മന്ത്രത്തെ ജപം ചെയ്തു കഴിഞ്ഞാൽ തന്നെ എല്ലാം സിദ്ധിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഉണ്ടാക്കിത്തരുന്നത്. കാമരാജ ബീജം എന്ന് പറയപ്പെടുന്നത് കാമരാജൻ പരമശിവനെ ആയിട്ടും സങ്കല്പിക്കാം. അതല്ലെങ്കിൽ രതീദേവിയുടെ ഭർത്താവായ കാമദേവൻ, അദ്ദേഹത്തെയും ഇവിടെ അഭിസംബോധന ചെയ്യാം. കാമദേവൻ പരമശിവന്റെ തൃക്കൺ നിരീക്ഷണത്താൽ ഭസ്മീകൃതനായി തീർന്നു. പക്ഷേ പരമശിവൻ ആ രതീദേവിയുടെ പ്രാർത്ഥന കേട്ട് രതീദേവിക്ക് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ നിനക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഭാഗ്യം ഞാൻ തരുന്നു. ഇപ്പോൾ അടുത്ത യുഗങ്ങളിലായിട്ട് കാമദേവൻ വീണ്ടും ജീവിച്ചു വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതെപ്പോഴാണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനും രുക്മിണി ദേവിക്കും
മക്കളില്ലാതെ കണ്ട് അവർ വളരെ ദുഃഖിച്ചു. ആ നേരം കൃഷ്ണ പരമാത്മാവിനോട് എല്ലാവരും ഉപദേശിച്ചു, പരമേശ്വരനെ പോയി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കും. കൃഷ്ണ ഭഗവാൻ മഹാവിലാസത്തിൽ പോയി പാർവതി പരമേശ്വരനെ ഭജിച്ച് പൂജിച്ച് ധ്യാനിച്ച് പാർവതി പരമേശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ട് കൃഷ്ണന് അനുഗ്രഹം നൽകുന്നു. കൃഷ്ണന് പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാവും, ഓരോ മക്കൾക്കും 10 വീതം മക്കളും ഉണ്ടാവും, ധൈര്യമായി പോയി വരിക എന്ന് പറഞ്ഞു. ആ കൃഷ്ണനും രുക്മിണിക്കും ചേർന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞാണ് ഈ കാമദേവൻ. അദ്ദേഹത്തിന് പ്രദ്യുമ്നൻ എന്നാണ് അവർ നാമധേയം നൽകിയത്. പ്രദ്യുമ്നനെ ശംബരൻ പിടിച്ചുകൊണ്ട് പോയി. ശംബരൻ പറഞ്ഞു, രുക്മിണി കൃഷ്ണന്മാരിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് മാത്രമേ തനിക്ക് മരണമുണ്ടാവാൻ പാടുള്ളൂ. ആ കഥ എങ്ങനെ പോകുന്നു? മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പരമശിവൻ ദയാലുവായ അദ്ദേഹം കാമദേവനെ ഭസ്മീകൃതനാക്കി. അതേ പരമശിവൻ തന്നെയാണ് ഇവിടെ കൃഷ്ണന് ഈ കുഞ്ഞിനെ നൽകുന്നത്. ഓർക്കണം, കാമദേവൻ മഹാവിഷ്ണുവിൻ്റെ മാനസപുത്രനാകുന്നു. മഹാവിഷ്ണു മനസ്സിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു മഹാചൈതന്യമായ വളരെയേറെ ശക്തിയുള്ള ഒരു ദേവനാകുന്നു, ഒരു വ്യക്തിയാകുന്നു കാമദേവൻ. ആ കാമദേവൻ വിഷ്ണുവിൻ്റെ പുത്രനായി, വിഷ്ണു ലക്ഷ്മിയുടെ പുത്രനായിട്ടാണ് ജനിക്കുന്നത് ആദിയിൽ. ഇപ്പോൾ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ രുക്മിണി വേറെ ആരുമല്ല, മഹാലക്ഷ്മിയുടെ അവതാരമാകുന്നു. അവർക്ക് തന്നെ അവരുടെ മോനെ തിരിച്ചു കൊടുത്തു, മക്കളെ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാരണം നമ്മളുടെ ആഗ്രഹപൂർത്തിക്കെല്ലാം തന്നെ ഈ കാമബീജം വളരെയേറെ പ്രയോജനപ്പെടും. മാത്രമല്ല, വിദ്യ സർവധനാത് പ്രധാനം എന്ന് പറയപ്പെടുന്നു. വിദ്യയാണ് എല്ലാത്തിനെയും മനസ്സിലാക്കാനുള്ള ഒരു ശക്തി. വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഗുണം ഈശ്വരന് മാത്രമുള്ള ഒരു ക്വാളിറ്റി ആകുന്നു. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവിദ്യയാണ്. ജീവനും അവിദ്യയാണ് ഉള്ളത്. ജീവന് അവിദ്യ ഉള്ളത് കാരണമാണ് ആ ജീവന് എപ്പോഴും കാമത്തോടും ആഗ്രഹത്തോടും അധികം കൂറു പുലർത്തുവാൻ സാധിക്കുന്നത്. എല്ലാ ജീവനും ആഗ്രഹ കാമം ജാസ്തിയാകുന്നു. ആ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ക്ലീം എന്നുള്ള ഈ മന്ത്ര ഉച്ചാരണം കൊണ്ട് മാത്രം തന്നെ പൂർണ്ണഫലം നേടിയെടുക്കാൻ സാധ്യമാണ് എന്നുള്ള ഒരു മഹത്വവും ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ ആരുടെയും അപേക്ഷകളെ നിരസിക്കാറില്ല. ഒരുപക്ഷെ ഈ ജന്മത്തിൽ സാധ്യമല്ലെങ്കിൽ ഇനിയൊരു ജന്മത്തിൽ അത് ലഭിക്കും. ജന്മം ഒത്തിരി ഉണ്ട്. എന്തായാലും ജന്മമൊന്നും അത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. എങ്കിലും നാം ശ്രമിക്കണം. ഭഗവാൻ അതാണ് പറഞ്ഞത്, നിന്റെ റെസ്പോൺസിബിലിറ്റി ശ്രമിക്കുക എന്നുള്ളതാണ്. ഫലം തരണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ് ഞാൻ. അത് കാരണം എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് നാം നമ്മളുടെ ദിനചര്യയിൽ മന്ത്രോച്ചാരണങ്ങളും ദൈവത്തിനോട് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഭഗവത് ഭജനത്തിൽ തന്നെ ജീവിക്കുക. ഓം നമഃ ശിവായ. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.